ഹലോ, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പുകാലത്ത് മിക്ക വീടുകളിലും ഉണ്ടാകുന്ന ഒരു വിഭവമാണ് സമൂസ. അപ്പോൾ സമൂസ ഷീറ്റും സമൂസയും എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ സമൂസ ഷീറ്റിനുള്ള മാവ് തയ്യാറാക്കാം. 2 കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഐസ് വാട്ടറാണ് ഈ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ മാവ് ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് സമൂസയിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. കുറച്ച് ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാകുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഇതിലേക്കുള്ള സവാള ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരല്പം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും സവാളയും എല്ലാം നല്ലതുപോലെ മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോഴേക്കും സമൂസ ഷീറ്റിനുള്ള മാവ് ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ചെറുതായി ഒന്ന് കുഴച്ചതിന് ശേഷം അല്പം മാവ് വിതറി ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് ഒരു ബൗൾ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു മൂടി വെച്ചിട്ടോ ഒരുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കി വന്നിട്ടുള്ള മാവ് വീണ്ടും ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. അത് മാറ്റി വയ്ക്കാം. പരത്തി വെച്ചിട്ടുള്ള ഓരോ മാവിൻ്റെ മുകളിലേക്കും അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഓരോന്നിൻ്റെ മുകളിലായി കുറച്ച് മൈദ ഒന്ന് തൂവിക്കൊടുക്കാം. ഈ 4 പീസും ഒന്നിൻ്റെ മുകളിൽ ഒന്നായി അടുക്കി വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടായ തവയിലേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഒരു സൈഡിൽ ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്താൽ ഉടനെ തന്നെ ആദ്യത്തെ ലെയർ ഇതിൽ നിന്ന് പതിയെ ഇളക്കി മാറ്റാൻ നോക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഷീറ്റും തിരിച്ചും മറിച്ചുമിട്ട് പതിയെ ഇളക്കിയെടുക്കാം. ഇനി ഇത് സമൂസ ഷീറ്റിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ബാക്കി വന്നിട്ടുള്ള ഈ ഷീറ്റിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നമുക്ക് എണ്ണയിലിട്ട് വറുത്തിട്ട്
അല്പം മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കാവുന്നതാണ്. ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ മാവ് ഒട്ടും വേസ്റ്റ് ആവുകയില്ല. നല്ലതുപോലെ സമൂസ മടക്കിയെടുക്കാനും പറ്റും. ഇതുപോലെ സമൂസ ഷീറ്റ് തയ്യാറാക്കിയിട്ട് സിപ്പ് ലോക്ക് കവറിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇനി ഫില്ലിങ് വെച്ചിട്ട് സമൂസ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ അതിനായിട്ട് അല്പം മൈദയിലേക്ക് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എടുത്തിട്ട് ഒന്ന് കോണായി മടക്കിയതിന് ശേഷം അല്പം പശയൊന്ന് ചേർത്ത് ഒട്ടിക്കാം. പിന്നീട് ഇപ്പുറത്തെ ഭാഗത്തോട്ട് അതേപോലെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കിയിട്ട് വീണ്ടും ആ ഭാഗത്തും അല്പം പശ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതുപോലൊന്ന് തുറന്നെടുത്തിട്ട് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ 4 ഭാഗത്തായി ഒന്നുകൂടി ഒന്ന് പശ ചേർത്തിട്ട് ഒട്ടും വിടവില്ലാതെ നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ട്രയാങ്കിൾ ഷേപ്പിലുള്ള സമൂസ ഷീറ്റ് എങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് എടുക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഒരു ഭാഗം മടക്കി കൊടുത്തിട്ട് ആ ഭാഗത്ത് അല്പം പശയൊന്ന് ചേർത്തിട്ട് മറ്റേ ഭാഗം അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നീട് ഇതൊന്ന് തുറന്ന് പിടിച്ചിട്ട് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ പശ ചേർത്ത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ എല്ലാ സമൂസയും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായി ചൂടായ എണ്ണയിലേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഓരോ സമൂസകളായിട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള സമൂസ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.